നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വത്തെ നിരാശരാക്കിയ സുനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന മണ്ഡലങ്ങൾ പലതും നഷ്ടപ്പെടുമെന്നും തൃശൂരിൽ TN പ്രതാപനടക്കം ജനകീയതയിൽ പിന്നോക്കം പോയെന്നും വിജയസാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുള്ളതായി സൂചന. അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. ആദ്യ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. SSLC പരീക്ഷ തിങ്കളാഴ്ച മുതൽ. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടിയെ തടഞ്ഞ് സുപ്രീംകോടതി. ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വത്തിന്റെ നീക്കത്തിനാണ് സുപ്രീംകോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവം. ആയിരങ്ങളെ സാക്ഷിയാക്കി ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയ്ക്കിറങ്ങി. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വത്തെ നിരാശരാക്കി സുനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന മണ്ഡലങ്ങൾ പലതും നഷ്ടപ്പെടുമെന്നും തൃശൂരിൽ TN പ്രതാപനടക്കം ജനകീയതയിൽ പിന്നാക്കം പോയെന്നും വിജയസാധ്യതയില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാമിനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്കൊപ്പം മികച്ച ജനപ്രീതിയുള്ള VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയായി വന്നതോടെ മണ്ഡലത്തിൽ മത്സരം കടുക്കും. ഈ സാഹചര്യത്തിൽ പ്രതാപന് സാധ്യത മങ്ങിയ നിലയാണ്. 2019 സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കി BJP ഒന്ന് ഞെട്ടിച്ചപ്പോഴും 4,15,089 വോട്ട് സ്വന്തമാക്കി 93,633 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് പ്രതാപൻ വിജയിച്ചു കയറിയത്. പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ MPമാർ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് തുറന്നടിക്കുന്ന കനകോലു ടീമിന്റെ റിപ്പോർട്ടിൽ ആലത്തൂർ, പാലക്കാട്, ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിലും ആശാവഹമായ സ്ഥിതിയില്ലെന്ന് വ്യക്തമാക്കുന്നു. സുരക്ഷിതമെന്ന് കരുതിയ പല സീറ്റുകളും കൈവിടുന്ന സ്ഥിതിയാണെന്ന് മണ്ഡലങ്ങൾ പഠിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹരീഷ് ചൌധരി ചെയർമാനായ സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പാകെ സംസ്ഥാന നേതാക്കൾ പട്ടിക വെച്ചെങ്കിലും പല മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിൽ എത്താനായില്ല. ആലപ്പുഴ ഒഴിച്ചിട്ട് രാഹുൽ ഗാന്ധിയെയും K സുധാകരനെയും ഉൾപ്പെടുത്തി 15 സിറ്റിംഗ് MPമാരെ വെച്ച് പട്ടിക കൊടുക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മാറ്റം വരുത്താനുമാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തി തൃശൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വൈകിട്ട് 6 മണിയോടെയാണ് സുനിൽകുമാർ ചാവക്കാട് റോഡ് ഷോ നടത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് VS സുനിൽകുമാർ ചാവക്കാട് എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ചാവക്കാട് ഹോച്ച്മിൻ സ്മാരക മന്ദിരത്തിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി ടൌണിൽ സമാപിച്ചു. NK അക്ബർ MLA, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, C സുമേഷ്, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, M കൃഷ്ണദാസ്, TT ശിവദാസൻ, ഷീജ പ്രശാന്ത്, P അശോകൻ, AH അക്ബർ, KH സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 8,53,000 വിദ്യാർത്ഥികളാണ് ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. കേരളത്തിന് പുറമെ ഗൾഫിലും ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്ലസ് 1-ൽ 4,14,159 വിദ്യാർത്ഥികളും പ്ലസ് 2-വിൽ 4,41,213 പേരും പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 57,707 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 389 കേന്ദ്രങ്ങളിലായാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്നത്. ഒന്നാം വർഷം 27,770 വിദ്യാർത്ഥികളും രണ്ടാം വർഷം 29,337 വിദ്യാർത്ഥികളുമാണ് ഈ അധ്യയന വർഷം പരീക്ഷ എഴുതുക. വെള്ളിയാഴ്ച ആരംഭിച്ച പരീക്ഷ ഈ മാസം 26 വരെ 9 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനത്തിൽ മലയാളം ഭാഷാ വിഷയത്തിലായിരുന്നു പരീക്ഷ നടന്നത്. പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നുവെന്നും പരീക്ഷയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ് കൂടുതലായും വന്നതെന്നും കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ നല്ല എളുപ്പമുണ്ടായിരുന്നു. ഞങ്ങള് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട്. പിന്നെ ആദ്യത്തെ എക്സാം എളുപ്പമായതുകൊണ്ട് ഇനി എടുത്തത് എളുപ്പമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇനി കാത്തിരിക്കുന്നത്. വന്നിട്ടുണ്ട്. നല്ല വിജയം പ്രതീക്ഷിക്കുന്നു. നന്നായി എഴുതാൻ പറ്റും. ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണോ?
+2 വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനത്തിൽ രസതന്ത്രം പരീക്ഷയാണ് നടന്നത്. വിഷയം കടുപ്പമുള്ളതാണെങ്കിലും പരീക്ഷ എളുപ്പമായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയും കുട്ടികൾ പങ്കുവച്ചു. അടുത്ത പരീക്ഷ ചൊവ്വാഴ്ചയാണ്. +1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷും +2 വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ്, ഫിലോസഫി തുടങ്ങിയ വിഷയങ്ങളിലുമാണ് പരീക്ഷ. തുടർ ദിവസങ്ങളിൽ +1 വിഭാഗത്തിലുള്ളവർക്ക് കെമിസ്ട്രി, ഹിസ്റ്ററി, ഗണിതശാസ്ത്രം, ഇക്കണോമിക്സ്, ജിയോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുക. +2 വിഭാഗക്കാർക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്രം, കെമിസ്ട്രി, അക്കൗണ്ടൻസി, ബയോളജി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലും പരീക്ഷകൾ നടക്കും. രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് സാധാരണ വിഷയങ്ങളുടെ പരീക്ഷാ സമയമെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളുടെ പരീക്ഷാ സമയം 2 മണിക്കൂറാണ്. മാർച്ച് 26-ന് പരീക്ഷകൾക്ക് സമാപ്തിയാകുന്നതോടെ ഒരു അധ്യയന വർഷത്തിനു കൂടി തിരശ്ശീല വീഴും. ന്യൂസ് ഡെസ്ക് CCTV. മാർച്ച് 3 ഞായറാഴ്ച നടക്കുന്ന ദേശീയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഭാഗമായി വേലൂരിൽ വളണ്ടിയർമാർക്കുള്ള പരിശീലനം നടത്തി. ബഡ് സ്കൂളിൽ നടന്ന പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ B. ദീപ, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് വസന്ത എന്നിവർ പരിശീലന ക്ലാസ് നയിച്ചു. ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ആശാപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാർച്ച് 3 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പഞ്ചായത്ത് പരിധിയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലും അംഗൻവാടി ബൂത്തുകളിലും പോളിയോ തുള്ളിമരുന്ന് വിതരണം ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടിയെ തടഞ്ഞ് സുപ്രീം കോടതി. ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വത്തിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച ദേവസ്വം ബോർഡ് ഉത്തരവിനാണ് സ്റ്റേ. സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റ് M. ദിവാകരൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രമാണെന്ന് മാനേജിംഗ് ട്രസ്റ്റിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചു. തുടർന്ന് ക്ഷേത്രം ഏറ്റെടുക്കൽ സ്റ്റേ ചെയ്ത കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ക്ഷേത്രത്തിന്റെ അവകാശം സംബന്ധിച്ച വാദങ്ങൾ സിവിൽ കോടതിയുടെ പരിഗണനയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുക്കാൻ നടത്തുന്ന നീക്കങ്ങളെ അനുകൂലിക്കുന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു മാനേജിംഗ് ട്രസ്റ്റിയുടെ ആവശ്യം. ജസ്റ്റിസുമാരായ MM സുരേഷ്, SV ഭട്ടി എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ വൻ സന്നാഹങ്ങളുമായി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയിരുന്നു. സ്ത്രീകളടങ്ങിയ ഭക്തജനങ്ങളാണ് നാമജപവുമായി എത്തി ക്ഷേത്രനടയിൽ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് ഇവരുമായി നടത്തിയ ചർച്ചയിലാണ് മാർച്ച് 11-ന് സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് അധികൃതർ മടങ്ങിപ്പോയത്. CCTV ന്യൂസ് പുന്നയൂർകുളം. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത്, കൂലി കുടിശ്ശിക അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PT ജോസഫ്, സുമന സുഗതൻ, ES സുരേഷ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. 3 ജില്ലകളുടെ സംഗമസ്ഥാനത്ത് ആവേശത്തിന്റെ പൂരം കൊട്ടിക്കയറി. മുലയംപറമ്പത്തുകാവ് പൂരാഘോഷം ഉത്സവപ്രേമികൾക്ക് അവിസ്മരണീയ അനുഭവമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ കൊമ്പന്മാരിൽ വമ്പന്മാർ അണിനിരന്നു. ഉച്ചയ്ക്ക് 2:30-ന് 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ചു. പരിമണം വിഷ്ണു ദേവിയുടെ തിടമ്പേറ്റി. കടവല്ലൂർ അനന്തനാരായണൻ, കടവല്ലൂർ മോഹനൻ മാരാർ, കോട്ടയ്ക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചവാദ്യത്തിലും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ മുലയംപറമ്പത്തുകാവ് വാദ്യകലാസംഘം മേളത്തിലും നാദവിസ്മയം തീർത്തു. വൈകിട്ടോടെ വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ചെറുപൂരം വരവുകൾ കാവുകയറി. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി 33ഓളം ആനപ്പൂരങ്ങൾ ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചു. 5:30-ന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 46 ആനകളും വാദ്യമേളങ്ങളും അകമ്പടിയായി. വിവിധ കമ്മിറ്റികളിൽ നിന്നായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തിരുവമ്പാടി കണ്ണൻ, ഊട്ടോളി ആനന്ദൻ, പുതുപ്പള്ളി സാധു തുടങ്ങി പേരുകേട്ട കൊമ്പന്മാർ അണിനിരന്നു. വൈകിട്ട് വേലവരവുകളുണ്ടായി. തിറ, കാളവരവ്, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി, തേര്, നാടൻ വേഷങ്ങൾ, നാടോടിക്കലകൾ, ചവിട്ടുകളി സംഘം, ആണ്ടിക്കളി, പൂതൻകളി, തിറ, മൂക്കാഞ്ചാത്തൻ തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മാറ്റേകി.
പൂരത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയായിരുന്നു ഗതാഗത നിയന്ത്രണം. CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരിക്കാരുടെ ആവേശമായ പൂരാഘോഷത്തിന് പതിർവാണ്യത്തോടെയാണ് തുടക്കമായത്. കാർഷിക തനിമയുടെ ഗതകാല പെരുമയോടെ നടന്ന പതിർവാണ്യത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്ര മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതുന്ന ചാലിശ്ശേരി മുലയമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തട്ടകങ്ങളിൽ നിന്നും ജാതി മത വ്യത്യാസമില്ലാതെ കുടുംബമായി ജനം മൈതാനത്തെത്തുന്നത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി പതിർവാണിഭം നടന്നത്. ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്നും ലഭ്യമാണ്. ആദ്യകാലങ്ങളിൽ ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ഇപ്പോൾ പച്ചമത്സ്യമാണ് വിൽപ്പന ഏറെ നടന്നത്. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത്. ആദ്യകാലങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേര് വന്നത്. കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ പതിരു നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. മത്സ്യത്തിനു പുറമെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വൻതോതിലുള്ള വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് നടന്നത്. രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു. ക്ഷേത്രത്തിന് മുൻവശത്ത് ഉത്സവപ്രേമികൾക്കായി ഒരുക്കിയ പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കാണ് ദൃശ്യമായത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ചെറുപൂരങ്ങൾ ഉത്സവപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വൈകിട്ട് 5:30 ക്ഷേത്രത്തിന് മുൻവശത്തായി ആനയിടഞ്ഞത്. പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടിയെങ്കിലും ആർക്കും പരിക്കില്ല. ആലിക്കര മന്നാടിയാർ കമ്മിറ്റി കൊണ്ടുവന്ന ചീരോത്ത് രാജീവ് എന്ന ആനയാണ് ഇടഞ്ഞത്. ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചതിനാൽ അപകടം ഒഴിവായി. ഇടഞ്ഞ ആനയെ ഉടൻ തന്നെ ഉത്സവപ്പറമ്പിൽ നിന്നും മാറ്റി. എക്സൈസ് നടത്തിയ ഡ്രൈ ഡേ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 15 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സോഡിയാക് എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്തു. കേച്ചേരി പട്ടിക്കര പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ അബൂബക്കർ, വേലൂർ വെങ്ങിണിശ്ശേരി ചിരിയൻകണ്ടത്ത് എഡ്വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു പരിശോധന. പട്ടിക്കര മേഖലയിൽ കന്നുകാലികളെ മേയാൻ വിടുന്ന ആളൊഴിഞ്ഞ പറമ്പിലെ തെങ്ങിൻ തടത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അബൂബക്കർ മദ്യം സൂക്ഷിച്ചിരുന്നത്. മദ്യക്കുപ്പികളുടെ മുകളിൽ ചവർ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. വേലൂർ സെന്ററിൽ എഡ്വിൻ നടത്തിയിരുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ്, പലചരക്ക് എന്നിവ വിൽപ്പന നടത്തുന്ന കടയുടെ മറവിലായിരുന്നു മദ്യവിൽപ്പന നടത്തിയിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ AC ജോസഫ്, KN മോഹൻദാസ്, സിദ്ധാർത്ഥൻ, സന്തോഷ്, സുനിൽദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ K ലത്തീഫ്, ശ്രീരാഗ്, നിവ്യ ജോർജ്, സതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഓപ്പറേഷൻ സോഡിയാക് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. CCTV ന്യൂസ് കേച്ചേരി. മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രന്റെ 80ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ 80 ഗാനങ്ങൾ ആലപിച്ച് ഗീതം സംഗീതം കലാസാംസ്കാരിക വേദി അശീതി പ്രണാമമൊരുക്കുന്നു. പിറന്നാൾ ദിനമായ മാർച്ച് 3 രാവിലെ 9:30 സാഹിത്യ അക്കാദമി ഹാളിലാണ് ജയേട്ടൻ @80 ഭാവഗീതം സംഗീതം നടക്കുക. പ്രദീപ് സോമസുന്ദരൻ, റവറൻ പോൾ പൂവത്തിങ്കൽ, എടപ്പാൾ വിശ്വനാഥൻ, മനോജ് തുടങ്ങി 80 ഗായകർ സംഗീതാർച്ചന നടത്തും. സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ, വിദ്യാധരൻ, മോഹൻ സിത്താര, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, സിനിമാ സംവിധായകൻ BK പ്രകാശ്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ പങ്കെടുക്കും. ലൈവ് ഓർക്കസ്ട്രയോടെ നടത്തുന്ന സദസ്സിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ജയരാജ് വാര്യർ, മുഹമ്മദ് റഷീദ്, സുകുമാരൻ ചിത്രസൗധം,
മധു ആനല്ലൂർ, CV ജോസ് എന്നിവർ അറിയിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദത്തിനുമിടയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഗിൽ സ്വാഗതവും ഗോകുൽ കുന്നത്തൂർ നന്ദിയും പറഞ്ഞു. ഗോകുൽ അശോകൻ, സായുജ് പുഴിക്കള, നിധിൻ വടക്കേക്കാട്, ഗോകുൽ തൃപ്പറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെ 103 നമ്പർ അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപയും ICDS ഫണ്ടായി 12 ലക്ഷം രൂപയുമടക്കം 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത്. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന 29-ാം വാർഡ് നവരശ്മി അങ്കണവാടിക്ക് സ്വന്തമായൊരു കെട്ടിടം വേണമെന്നത് നാട്ടുകാരുടെ നിരന്തര ആവശ്യമായിരുന്നു. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് അങ്കണവാടിക്ക് വേണ്ടി വാങ്ങിയ 4.5 സെന്റ് സ്ഥലത്താണ് മനോഹരമായ അങ്കണവാടി നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി കെട്ടിടം AC മൊയ്തീൻ MLA കുരുന്നുകൾക്ക് തുറന്നു നൽകി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷെബീർ, ICDS ഓഫീസർ സിനു ആബൽ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ എഞ്ചിനീയർ EC ബിനയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി അങ്കണവാടിയിലേക്ക് നൽകുന്ന ഫ്രിഡ്ജ് പ്രസിഡന്റ് ഷാജു സൈമൺ, സെക്രട്ടറി ജിബി, ട്രഷറർ ബിനേഷ് കീഴൂർ എന്നിവർ ചേർന്ന് അങ്കണവാടി ടീച്ചർ VS സുനിതയ്ക്ക് കൈമാറി. ചടങ്ങിന് നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് സ്വാഗതവും അങ്കണവാടി ടീച്ചർ VS സുനിത നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും വലിയ ബലിക്കല്ല് പ്രദക്ഷിണ വഴി സമർപ്പണവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരു ക്ഷേത്രം സന്ദർശിച്ചതിന്റെയും ഗുരുവിന്റെ പേരിലേക്ക് ക്ഷേത്രം തീറാധാരം നടത്തിയതിന്റെയും ശതാബ്ദി ആഘോഷവും ഇതോടൊപ്പം നടക്കും. അന്നേ ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 8-ന് ധർമ്മസംഘം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭകാനന്ദ ധ്വജ പ്രതിഷ്ഠ നിർവഹിക്കും. സ്വാമി ശ്രീനാരായണ പ്രസാദ്, സ്വാമി ജ്ഞാനതീർത്ഥ, സ്വാമി മുനീന്ദ്രനാഥ എന്നിവർ കാർമ്മികത്വം വഹിക്കും. 10-ന് നടക്കുന്ന ശതാബ്ദി സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് വിശേഷാൽ പൂജകൾ, രാത്രി നൃത്തനൃത്യങ്ങളും ഉണ്ടാകും. ശിവരാത്രി വരെ രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് കലാപരിപാടികളും ഉണ്ടാകുമെന്ന് സ്വാമി അമേയാനന്ദ, കൺവീനർ MK മുരളീധരൻ, KG ദിനേശ്, MK അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ ഹോമിയോ ഡിസ്പെൻസറി ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നത്. ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മുരളി പെരുന്നെല്ലി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, മാഗി ജോൺസൺ, ഹസനുൽ ബന്ന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കെൽ ചെയർമാൻ PK രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്ന ഹോമിയോ ഡിസ്പെൻസറി യാഥാർത്ഥ്യമാക്കുകയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് 10 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്ത മുരളി പെരുന്നെല്ലി MLAയെ ചടങ്ങിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ആദരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ആര്യഭട്ട കോളേജ് ഓഫീസിൽ അതിക്രമിച്ചു കയറി പ്രിൻസിപ്പാൾ CJ ഡേവിഡിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പാരലൽ കോളേജ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. 2 ദിവസമായിട്ടും പ്രതികളെ പിടികൂടാനാകാത്തതിൽ യോഗം പ്രതിഷേധിച്ചു. സംസ്ഥാന പ്രസിഡന്റ് A പ്രഭാകരൻ അധ്യക്ഷനായി. ട്രഷറർ PT മൊയ്തീൻകുട്ടി, സെബാസ്റ്റ്യൻ ജോസഫ്, സെക്രട്ടറി KR അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൂടിയിറങ്ങും. വൈകിട്ട് 4:30 ആറാട്ട് ചടങ്ങുകൾ തുടങ്ങി. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. ആറാട്ടു ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. കൊടിമരത്തറയ്ക്കൽ എഴുന്നള്ളിച്ചു വെച്ച ശേഷം അവിടെ തന്നെയാണ് ദീപാരാധനയും. പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പഞ്ചവാദ്യത്തിന്റെ നാദത്തിമിർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പന്
ശർക്കര, പഴം, അവിൽ, മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കും ഒരുക്കി ഭക്തർ വരവേൽക്കും. രുദ്രതീർത്ഥക്കുളത്തിന് വടക്കുഭാഗത്ത് എഴുന്നള്ളിപ്പ് എത്തുന്നതോടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ടുകടവിലെത്തും. തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ്. തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ട് തുടരഭിഷേകം നടത്തും. അതിനുശേഷം തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവരൊരുമിച്ച് ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യും. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിലിറങ്ങി ആറാട്ട് കുളിക്കും. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ നിറപറ വെച്ച് എതിരേൽക്കും. പിന്നീട് തന്ത്രി സ്വർണ്ണധ്വജത്തിലെ സപ്തവർണ്ണക്കൊടി ഇറക്കുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരപ്പന് ആറാട്ടിന് ശേഷം അഭിഷേകം ചെയ്യാനുള്ള ഇളനീരുമായി പതിവ് തെറ്റിക്കാതെ കിട്ടയുടെ പിന്മുറക്കാരെത്തി. കിട്ടയുടെ കുടുംബാംഗങ്ങളായ 20-ലേറെ പേരാണ് അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തിയത്. കിഴക്കേ നടപ്പുരയിലെ ഗേറ്റിനു മുന്നിലെത്തിയ ഇരിങ്ങപ്പുറം തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം അധികൃതർ നിറപറയും നിലവിളക്കും ഒരുക്കി വരവേറ്റു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കിട്ടയുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും കൃഷ്ണനാട്ടം കലാകാരന്മാരും ഭക്തരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് നാമജപ ഘോഷയാത്രയായി നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ സംഘത്തെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ഒരിക്കൽ കിട്ടയുടെ വീട്ടുപടിക്കൽ ഇളനീർ ചോദിച്ച് ഭഗവാൻ എത്തിയെന്നാണ് പറയുന്നത്. ഈ സമയം കിട്ട വീട്ടിൽ നിന്നിറങ്ങാൻ താമസിക്കുകയും ഇളനീർ കുലകളോടെ അടർന്നു വീഴുകയും ഇളനീർ ചോദിച്ച ബാലൻ അപ്രത്യക്ഷമാകുകയും ചെയ്തുവത്രേ. ഇളനീർ ചോദിച്ചു വന്നത് ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കിയ കിട്ട ഇളനീരുകളുമായി ക്ഷേത്രനടയിലേക്ക് ഓടിയെത്തി. ഇതിനെ അനുസ്മരിച്ചാണ് ആറാട്ട് ദിവസം കിട്ടയുടെ പിന്മുറക്കാർ അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആയിരങ്ങളെ സാക്ഷിയാക്കി ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയ്ക്കിറങ്ങി. ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ ഗോപുരത്തിലൂടെ ക്ഷേത്രമതിലകത്ത് പ്രവേശിച്ച എഴുന്നള്ളിപ്പ് പ്രദക്ഷിണമായി വടക്കേ നടപ്പുരയിലെത്തി അവസാനിച്ചതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾക്ക് തുടക്കമായത്. ആനപ്പുറത്തെഴുന്നള്ളിയ ഭഗവാൻ കല്യാണമണ്ഡപത്തിന് അടുത്തെത്തിയതോടെ മാരാർ 3 തവണ ശംഖനാദം മുഴക്കി. തുടർന്ന് ആചാരക്രമമനുസരിച്ച് പുതിയടത്ത് പിഷാരടി പന്നിമാനുഷ്യങ്ങൾ ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചതോടുകൂടി വിവിധ പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞ ഭക്തർ കൂട്ടത്തോടെ ആർപ്പു വിളിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് ഓട്ടമായി. തൊട്ടുപുറകിലായി ഭഗവാന്റെ തിടമ്പേറ്റിയ ആനയും ചടങ്ങിൽ പങ്കുചേർന്നു. ക്ഷേത്രത്തിനകത്ത് 9 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ഭഗവാൻ വേട്ടയാടി പിടിച്ചുവരുന്ന മൃഗത്തെയെന്ന് സങ്കല്പിച്ച് പന്നിവേഷം കെട്ടിയ ആളെ തണ്ടിലേറ്റിയതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾക്ക് സമാപനമായത്. ഭഗവാന്റെ പള്ളിവേട്ടയ്ക്ക് സാക്ഷികളാകാൻ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ആറാട്ട് സദ്യയോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് സമാപിച്ചു. സമാപന പ്രസാദ ഊട്ടിൽ 1,00,000 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞ പിറ്റേന്ന് മുതലാണ് തെക്കേ നടയിൽ പ്രസാദ ഊട്ട് ആരംഭിച്ചത്. രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന പ്രസാദ ഊട്ടിന് 7 ദിവസം കഞ്ഞിയും പുഴുക്കുമാണ് നൽകിയത്. പള്ളിവേട്ട ദിവസം കഞ്ഞിയും പയറും നൽകി. ആറാട്ട് ദിവസം ചോറ്, സാമ്പാർ, പുളിയിഞ്ചി, ഉപ്പേരി, പപ്പടം, ഉപ്പിലിട്ടത് എന്നിങ്ങനെയായിരുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണം. ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്ന പൊതുപകർച്ച ഉത്സവബലി ദിവസമായ ബുധനാഴ്ച സമാപിച്ചിരുന്നു. ഉത്സവത്തിന്റെ അവസാന 2 ദിവസങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്കും ദേവസ്വം ജീവനക്കാർക്കുമാണ് പകർച്ച നൽകിയത്. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. ഉത്സവ എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് ഉത്സവ പകർച്ചയ്ക്കും പ്രസാദ ഊട്ടിനുമായിരുന്നു. 2,97,53,023 രൂപയാണ് ദേവസ്വം ഇതിനായി ചെലവിട്ടത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ വിളമ്പുകാരനായി സുരേഷ് ഗോപി, അമ്പരന്ന ഭക്തജനങ്ങൾ.
രാവിലെ 11 മണിയോടെയാണ് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഗുരുവായൂരിലെത്തിയത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്തി തെച്ചിപ്പൂ സമർപ്പിച്ച് തൊഴുതു. തുടർന്ന് പ്രസാദഊട്ട് പന്തലിലെത്തി. പന്തലിലെ ഗുരുവായൂരപ്പ ചിത്രത്തിന് മുന്നിൽ വയ്ക്കാൻ പായസം കിട്ടുമോ എന്ന് സുരേഷ് ഗോപി അന്വേഷിച്ചു. അപ്പോഴാണ് സദ്യയോടൊപ്പം പായസമില്ലെന്നുള്ള വിവരം അറിയുന്നത്. ആറാട്ട് സദ്യയ്ക്ക് ഇത്രയും വിഭവങ്ങൾ പോരെന്ന് സമീപത്തുണ്ടായിരുന്ന ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയോട് പറഞ്ഞു. ഇതാണ് പതിവെന്ന് അദ്ദേഹം മറുപടി നൽകി. പായസം വിളമ്പുന്നതിൽ തെറ്റുണ്ടോ എന്ന് സുരേഷ് ഗോപി ആരാഞ്ഞു. ആവാമെന്ന് ഊരാളനും. എങ്കിൽ അടുത്ത വർഷം മുതൽ പായസമുണ്ടാകുമെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഊരാളനും മറുപടി പറഞ്ഞു. തുടർന്ന് പന്തലിലേക്ക് ഭക്തരെ പ്രവേശിക്കുന്ന കവാടത്തിനരികിലെത്തി സുരേഷ് ഗോപി നിയന്ത്രണം ഏറ്റെടുത്തു. പന്തലിലേക്ക് പ്രവേശിക്കുന്നവർ സുരേഷ് ഗോപിയെ തൊടാനും ഫോട്ടോയെടുക്കാനും തിരക്കുകൂട്ടി. വരി അവസാനിച്ചതോടെ സുരേഷ് ഗോപി വിളമ്പുകാരനായി. 6 വരിയിൽ വിളമ്പിയ ശേഷം അദ്ദേഹം പ്രസാദഊട്ട് കഴിച്ച് മടങ്ങി. CCTV ന്യൂസ്, ഗുരുവായൂർ. ആറാട്ട് ദിവസം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ ഇടത്തിരകത്തുകാവ് ഭഗവതിയുടെ സമീപത്താണ്. വർഷത്തിൽ ഈ ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പന് ഇടത്തിരത്തികാവ് ഭഗവതിയുടെ സമീപം ഉച്ചപൂജ നടക്കുക. ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി അമ്പലത്തിലേക്കാണ് എഴുന്നള്ളിക്കുന്നത്. ഐതിഹ്യപ്രകാരം വർഷത്തിൽ ഒരു ദിവസം അവിടെ വന്ന് കണ്ടുകൊള്ളാമെന്ന് ഗുരുവായൂരപ്പൻ ഇടത്തിരകത്തുകാവ് ഭഗവതിയോട് അരുളി ചെയ്തിട്ടുണ്ടത്രേ. ദേവഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനായി വന്നപ്പോൾ സ്ഥലം നിർണയിച്ചത് ദേവിയായിരുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. രുദ്രതീർത്ഥത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ശിവൻ മമ്മിയൂരിലേക്ക് മാറിയതും ദേവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവത്രേ. ഇതേ തുടർന്ന് വർഷത്തിൽ ഒരു ദിവസം ഇവിടെ വെച്ച് നാം തമ്മിൽ കാണാമെന്ന് ഭഗവാൻ ദേവിയോട് പറഞ്ഞതായും അന്നേ ദിവസം ഭക്ഷണവും ദേവിയുടെ അടുത്തുനിന്നാകുമെന്നും അരുൾ ചെയ്തിരുന്നതായാണ് പുരാണത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയാണ് ഉച്ചപൂജ നടത്തുക. ഈ ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പൻ ദേവിയെ നേരിട്ട് കാണുക. ആറാട്ട് ദിവസം മാത്രമാണ് രാത്രിയിൽ ഉച്ചപൂജ നടക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. മറ്റു വാർത്തകളിലേക്ക്. പെരുമ്പടപ്പ് പുത്തൻപള്ളി സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ +2 വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. പുന്നേർകുളം പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ KB ഷബ്ന അധ്യക്ഷത വഹിച്ചു. സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന എഡ്യൂക്കേഷണൽ സർവീസിന്റെ സ്വിച്ച് ഓൺ കർമ്മം അഷ്റഫ് കുന്നമ്പത്ത് നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തേക്കുള്ള നവാഗതരായ 110 വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അബ്ദുള്ള മുഹമ്മദ് അൻവർ, വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ ശിവശങ്കർ എന്നിവർ വിശിഷ്ടാതിഥികളായി. റസാൻ നിസാമി, റംഷാദ് സൈബർ മീഡിയ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകളെടുത്തു. ഷാജി കളിയത്തിൽ, അറഫ യൂസഫ്, സുനിത ജയരാജ്, അർഷിദ അർഷാദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഷഹന നദീർ സ്വാഗതവും അഞ്ജിത നന്ദിയും പറഞ്ഞു. ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച യുവാവ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി കാരുണ്യമതികളുടെ കനിവിനായി കാത്തിരിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പ നഗറിൽ പുളിക്കൽ 23 വയസ്സുള്ള രഗേഷാണ് വൃക്കകളുടെ പ്രവർത്തനം നിലച്ച ചികിത്സാ സഹായം തേടുന്നത്. 2022 ഡിപ്ലോമ പഠനത്തിനിടെയാണ് രഗേഷിന്റെ കിഡ്നികളുടെ പ്രവർത്തനം താളം തെറ്റിയത്. ഇരു കണ്ണുകളിലും നീര് വന്ന് വീർത്തതോടെയാണ് രോഗം ശരീരത്തിൽ പിടിമുറുക്കിയ വിവരം രഗേഷും കുടുംബവും അറിയുന്നത്. തുടർന്ന് കാലുകളിലേക്കും നീര് വ്യാപിക്കുകയായിരുന്നു. പരിശോധനകൾക്കൊടുവിൽ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതായി വ്യക്തമാവുകയായിരുന്നു. ആരോഗ്യദൃഢഗാത്രനായിരുന്ന യുവാവിന്റെ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിയതിനെ തുടർന്ന് അമ്മൂമ്മയും മാതാവും സഹോദരനും സഹോദരഭാര്യയും കുഞ്ഞും അടങ്ങുന്ന കുടുംബം രഗേഷിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി നെട്ടോട്ടത്തിലായി. പിതാവ് മുൻപേ മരിച്ച രഗേഷിന്റെ കുടുംബത്തിന്റെ ഏക വരുമാനം ഫൈബറിന്റെ ജോലി ചെയ്ത് ജ്യേഷ്ഠൻ രശ്മോന് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ്. ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് രഗേഷിന്റെ ജീവൻ നിലനിർത്തിപ്പോരുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നാട്ടുകാരുടെയും ഉദാരമതികളുടെയും സഹായത്താലാണ് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നത്. രഗേഷിനെ ഡയാലിസിസിന് കൊണ്ടുപോകുന്ന ദിവസം ചേട്ടൻ രശ്മോന് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് തൊഴിൽ ചെയ്യാനാകുന്നത്. അടിയന്തരമായി വൃക്കകൾ മാറ്റിവെക്കേണ്ട സാഹചര്യമായതിനാൽ മാർച്ച് 20-ന് രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. വൃക്ക നൽകാൻ അടുത്ത ബന്ധു തയ്യാറായിട്ടുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ 40 ലക്ഷത്തോളം രൂപ കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് ഈ കുടുംബം.
നിത്യച്ചെലവിനുള്ള പണത്തിനു പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട സ്ഥിതിയിൽ നിൽക്കുന്ന മാതാവ് മല്ലികയും സഹോദരൻ രശ്മോനുമടങ്ങുന്ന കുടുംബത്തിന് ഇത്രയും വലിയ തുക സ്വപ്നം കാണാൻ പോലും ആകാത്തതാണ്. പൊന്നുപോലെ വളർത്തിയ ജീവിത സായാഹ്നത്തിൽ തനിക്ക് താങ്ങും തണലുമാകേണ്ട പൊന്നുമകന്റെ ജീവൻ രക്ഷിക്കാൻ മനസ്സിൽ കാരുണ്യം വറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായത്തിനായി കേഴുകയാണ് മാതാവ് മല്ലിക. ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, എന്നെ സഹായിക്കണം. എൻ്റെ മോൻ 20-ാം തീയതി, ഈ വരുന്ന മാസം 20-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയെങ്കിൽ 2 കിഡ്നി നഷ്ടപ്പെട്ട മോനാണ് ഈ കിടക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ മോന് വേണ്ടി സഹായിക്കണം. എൻ്റെ മോൻ്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും എൻ്റെ മോനെ രക്ഷിക്കണം, സഹായിക്കണം. ചികിത്സാ സഹായം അയക്കുന്നതിനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വേലൂർ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്മയുടെ കണ്ണീരിന് അറുതി വരുത്താൻ കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മനസ്സിൽ നന്മയുടെ ഉറവ് പറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായമല്ലാതെ ഈ കുടുംബത്തിനു മുന്നിൽ മറ്റൊന്നും തന്നെയില്ല. CCTV ന്യൂസ്, കേച്ചേരി. ഉത്രാളിക്കാവ് ഉത്സവത്തിന് കർമ്മനിരതരായി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ. പൂരത്തിനിടെ കുഴഞ്ഞുവീണ 40ഓളം പേരെ സംഘം ആശുപത്രിയിൽ എത്തിച്ചു. വടക്കേക്കാട്, വൈലത്തൂർ, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, ഗുരുവായൂർ, കേച്ചേരി എന്നീ ആക്ട്സ് ആംബുലൻസുകളും 100ഓളം വരുന്ന വളണ്ടിയർമാരുമാണ് കടുത്ത ചൂടിലും തളരാതെ പൂരനഗരിയിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായത്. പഴഞ്ഞി മാർത്തോമ സ്കൂളിന്റെയും നഴ്സറി സ്കൂളിന്റെയും വാർഷികാഘോഷം നടന്നു. പഴഞ്ഞി മാർത്തോമ സ്കൂളിന്റെ 114-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും നഴ്സറി സ്കൂൾ വാർഷികാഘോഷവും കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഐസക് പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. 2022-23 അധ്യയന വർഷത്തെ LSS സ്കോളർഷിപ്പ് നേടിയ ദേവപ്രതിനെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ബോർഡ് പ്രതിനിധി ഡെന്നി VK, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, റിട്ടയർഡ് പ്രതിനിധി സിൽവി PT, മിമിക്രി സിനിമാ താരം ഷാലിൻ ഗിന്നസ്, അജി സി ചിന്നൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ലൈനു PK സ്വാഗതവും നവ്യ വർഗീസ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കരാത്തെ പ്രദർശനവും ഉണ്ടായി. മിമിക്രി, സീരിയൽ, സിനിമ ആർട്ടിസ്റ്റ് ഷാലിന്റെ നേതൃത്വത്തിൽ ഗിന്നസ് 3-man ഷോ അവതരണവും നടന്നു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഐസക് പി ജോൺസൺ, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, ഹെഡ്മാസ്റ്റർ ലൈനു PK, MPTA പ്രസിഡന്റ് ആതിര ശരത് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. CPIM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും സജീവ പ്രവർത്തകനുമായിരുന്ന ഷിഹാബുദ്ദീന്റെ 9ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്രാഞ്ചുകളിലും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. AC രമേശ് അധ്യക്ഷനായി. CF രാജൻ, RA അബ്ദുൽ ഹക്കീം, AP ജോയ്സൺ എന്നിവർ സംസാരിച്ചു. 2015 മാർച്ച് 1-നാണ് ഷിഹാബുദ്ദീനെ RSS കൊലപ്പെടുത്തിയത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കോൺഫറൻസ് ഹാളിന്റെ ശിലാസ്ഥാപനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യ അതിഥിയായിരുന്നു. ജനപ്രതിനിധികളായ ബിന്ദു സത്യൻ, ബിന്ദു പ്രദീപ്, KD വിഷ്ണു, MB ജയ, സെക്രട്ടറി തോമസ് രാജൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി എന്നിവർ സംസാരിച്ചു. മുരളി പെരുന്നലി MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന പദ്ധതി പ്രകാരം 70 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ പുതിയ കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുന്നത്. നിലവിലെ പഞ്ചായത്ത് ഓഫീസിന്റെ മുകൾ നിലയിൽ 2 വലിയ ഹാളുകൾ, ഒരു യൂട്ടിലിറ്റി റൂം, വരാന്ത, സ്റ്റെയർ റൂം എന്നിവയാണ് കോൺഫറൻസ് ഹാളിനൊപ്പം വിഭാവനം ചെയ്തിട്ടുള്ളത്. ജനകീയാസൂത്രണ രജത ജൂബിലി സ്മാരകമായാണ് ഹാൾ നിർമ്മിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആരോഗ്യ മേഖലയിൽ വളരെ വലിയ ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മുരളി പെരുന്നലി MLA. മണലൂർ നിയോജകമണ്ഡലം സമ്പൂർണ്ണ ഹോമിയോ ഡിസ്പെൻസറി ലക്ഷ്യം കൈവരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു MLA. ലോകത്തെ വികസിത രാജ്യങ്ങൾക്ക് പോലും കിടപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത്. ആരോഗ്യരംഗത്തെ 3 മേഖലകളിലുമുള്ള ആതുരാലയങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലുമുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ്. മണലൂർ മണ്ഡലത്തിലെ 9 പഞ്ചായത്തും ഗുരുവായൂർ നഗരസഭയിലെ 9 വാർഡുകളും ഉൾപ്പെടുന്ന മണലൂർ നിയോജക മണ്ഡലത്തിലെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒഴികെ മുഴുവൻ പഞ്ചായത്തിലും അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഡിസ്പെൻസറികൾ നിലവിൽ പ്രവർത്തിച്ചു വരികയാണ്. വാടാനപ്പള്ളി, ചൂണ്ടൽ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഹോമിയോ ഡിസ്പെൻസറികൾ നിലവിലില്ലാത്തത്. 1-ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിഷയം സബ്മിഷനിലൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഹോമിയോ ഡിസ്പെൻസറി അനുവദിച്ച് ഉത്തരവിറങ്ങുകയും ചെയ്തിരുന്നു.
എന്നാൽ സാങ്കേതികമായ കാരണങ്ങളാൽ ആ ഘട്ടത്തിൽ ഉത്തരവ് നടപ്പിലായില്ല. രണ്ടാം പിണറായി സർക്കാർ പ്രശ്നമേറ്റെടുത്ത് 2 പഞ്ചായത്തിലും ഹോമിയോ ഡിസ്പെൻസറി അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ചൂണ്ടൽ പഞ്ചായത്തിന് അനുവദിച്ച ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് നടപടികൾ ആരംഭിച്ചതായും MLA വ്യക്തമാക്കി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വളരെ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വൈദ്യശാഖയിലെ 3 ശാഖകളും എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള നടപടിയുമായി സർക്കാർ പോവുക. ആ മണ്ഡലത്തിൽ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊഴികെ മുഴുവൻ പ്രദേശങ്ങളിലും അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡിസ്പെൻസറികൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇത് തന്നെ നമ്മുടെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കപ്പെട്ട ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രത്യേക താൽപര്യത്തോടെയാണ് സമ്പൂർണ്ണ ഹോമിയോ ഡിസ്പെൻസറി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സാധിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് BJP കുന്നുകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ നടത്തിയ ധർണ BJP മേഖലാ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ KK മുരളി അധ്യക്ഷനായി. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, സംസ്ഥാന കൌൺസിൽ അംഗം ഗിരീഷ് മാസ്റ്റർ, മുരളി വെള്ളിത്തിരുത്തി, രജി ഷൈനൂർ, രേഷ്മ സുനിൽ, VR സജിത്ത് എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാരായ ബിനു പ്രസാദ് സ്വാഗതവും ഗീതാ ശശി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. ജനകീയാസൂത്രണ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,25,000 രൂപ ചിലവിട്ടാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത്. ഫ്രീഡം ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത വർഷം മുതൽ ഈ പദ്ധതിക്ക് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS റോസ്ലിൻ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വേലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ, ICDS സൂപ്പർവൈസർ മൃദുല, വാർഡ് മെമ്പർ വിജിനി ഗോപി എന്നിവർ പങ്കെടുത്തു. അർഹരായ ഭിന്നശേഷിക്കാർക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നീട് ഉപകരണങ്ങൾ വിതരണം ചെയ്യും. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള ഗഗൻയാൻ ദൌത്യത്തിലെ ബഹിരാകാശ യാത്രാ സംഘം വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ഏവരും ശ്രദ്ധിച്ച ഒന്നായിരുന്നു യാത്രികരുടെ യൂണിഫോം. ഇത് രൂപകൽപ്പന ചെയ്ത സംഘത്തിലുമുണ്ട് ഒരു മലയാളി. കുന്നംകുളം സ്വദേശിയും ബംഗളൂരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ BK മോഹൻകുമാർ. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ ഗഗൻയാനിന് കഴിവുണ്ട്. ബഹിരാകാശ യാത്രികന്റെ രൂപം ആ ആവേശത്തെ ശക്തമായി പ്രതിഫലിപ്പിക്കണം. വസ്ത്രത്തിലെ അസാധാരണമായ പാനലിംഗ് ബഹിരാകാശ പര്യവേക്ഷ ശക്തികൾ എന്ന എലൈറ്റ് ക്ലബിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തിന്റെ ഉച്ചത്തിലുള്ള പ്രഖ്യാപനമാണെന്ന് മോഹൻകുമാർ ഡിസൈനിനെക്കുറിച്ച് പറഞ്ഞു. ഇസ്രോ ബഹിരാകാശ സഞ്ചാരികളെ നിശ്ചയിച്ചപ്പോൾ തന്നെ അവർക്കൊരു യുണീക്ക് വിഷ്വൽ ഐഡൻറ്റിറ്റി, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇസ്രോ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ ഒടുവിലാണ് എസിമെട്രി എന്നുള്ള ഡിസൈൻ തീം ഞങ്ങൾ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അത് എസിമെട്രി പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം ഇത് 140 കോടി ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം കണ്ടു കഴിഞ്ഞ്. പിന്നെ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ സ്പേസ് ഏജൻസികളായിട്ടുള്ള നാസ, SpaceX, റഷ്യൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസികളുടെയൊക്കെ ആസ്ട്രോനോട്ട്സിൻ്റെ ഡിസൈനിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്ത്യൻ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. പിന്നെ യൂത്ത്ഫുള്ളായിരിക്കണം, വളരെ എനർജറ്റിക് ആയിരിക്കണം, പിന്നെ വളരെ ഡൈനാമിക് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ, അതായത് എസിമെട്രി എന്നുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തത്. ബഹിരാകാശ യാത്രാ സംഘവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. 1 വർഷത്തോളം സമയമെടുത്താണ് ഡിസൈനിങ് പൂർത്തിയാക്കിയത്. ഗഗൻയാൻ യൂണിഫോം പദ്ധതിക്ക് തുടക്കമിട്ടപ്പോൾ നിഫ്റ്റ് ഡയറക്ടറായിരുന്ന സൂസൻ തോമസും മലയാളിയാണ്. ഇവരുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രൊഫസർ മോഹൻകുമാർ, പ്രൊഫസർ ജോണലി ഡി ബാജ്പേയി, നിഫ്റ്റ് 2022 ബാച്ചിലെ വിദ്യാർത്ഥികളായ മലയാളി വിദ്യാർത്ഥിനി ലാമിയ അനീസ്, സമർപ്പൻ പ്രധാൻ, തുലിയ ദൊരെ എന്നിവരാണ് സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിനുള്ള ചുമതലയിൽ ഒപ്പുവെച്ചത്. അസമമിതിയാണ് ഡിസൈനിനായി തിരഞ്ഞെടുത്ത പ്രമേയം. സംഘം ISROയ്ക്ക് സമർപ്പിച്ച 70 ഡിസൈനുകളിൽ നിന്നാണ് ഗഗനചാരികൾ ധരിച്ച സ്യൂട്ട് തിരഞ്ഞെടുത്തത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫാഷൻ ഡിസൈനിങ്ങിൽ കമ്പമുണ്ടായിരുന്നു മോഹൻകുമാറിന്. ഭാര്യ ഡോക്ടർ ശില്പ
മക്കളായ വേദ്, മായ എന്നിവർക്കൊപ്പം ബംഗളൂരുവിലാണ് നിലവിൽ താമസം. ന്യൂസ് ഡെസ്ക് CCTV. ചൂണ്ടൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ അനുഭവക്കുറിപ്പ് കോർത്തിണക്കി തയ്യാറാക്കിയ സ്മൃതിപഥം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകളുടെ 25 വർഷത്തെ അനുഭവങ്ങൾ എന്ന ക്യാമ്പയിനിലൂടെ തയ്യാറാക്കിയ സ്മൃതിപഥം എന്ന പുസ്തകം മുരളി പെരുന്നെല്ലി MLA കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി KA ഉണ്ണി, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൂനമുച്ചി ബ്രാഞ്ച് സമ്മേളനം നടന്നു. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന സമ്മേളനം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. KPSTA ബ്രാഞ്ച് പ്രസിഡന്റ് MA ലോറൻസ് അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം ലിൻസൺ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ലാൽബാബു ഫ്രാൻസിസ്, കുന്നംകുളം ഉപജില്ലാ പ്രസിഡന്റ് ശ്രീപത്മനാഭൻ, സെക്രട്ടറി ടോം മാർട്ടിൻ, ട്രഷറർ പ്രജീഷ് തമ്പി മൂലപ്പാട്ട്, കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂൾ പ്രധാന അധ്യാപിക TT ബീന, ബ്രാഞ്ച് സെക്രട്ടറി സെബി K തോമസ്, ട്രഷറർ CT കൊച്ചുത്രേസ്യ എന്നിവർ സംസാരിച്ചു. ഈ വർഷം അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KF അനിത, കൂനമുച്ചി സെന്റ് തോമസ് സ്കൂളിലെ CA പ്രേമ, ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ TP ഡേസി എന്നിവർക്ക് ചടങ്ങിൽ കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു. വിരമിക്കുന്ന അധ്യാപികമാർ മറുപടി പ്രസംഗം നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. KPSTA പുന്നേർകുളം വയലത്തൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സംയുക്ത യാത്രയപ്പ് സമ്മേളനം നടത്തി. വയലത്തൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് LP സ്കൂളിൽ നടത്തിയ യാത്രയപ്പ് സമ്മേളനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. KPSTA ചാവക്കാട് ഉപജില്ലാ പ്രസിഡന്റ് ഹസീന S കാനം അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം വയലത്തൂർ ബ്രാഞ്ചിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന ET ഷീജാംബിക, ജെസി ആന്റോ, VL കത്രീന, ME അബ്ദുൾ നാസർ, MD ബീന എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. വാർഡ് മെമ്പർ പ്രീതി ബാബു വിശിഷ്ടാതിഥിയായി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CR ജിജോ, സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് AD സാജു, ചാവക്കാട് ഉപജില്ലാ സെക്രട്ടറി നജീബ്, ലിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ബ്രാഞ്ച് സെക്രട്ടറി ബേബി ജോർജ് സ്വാഗതവും വയലത്തൂർ ബ്രാഞ്ച് പ്രസിഡന്റ് KP നാരായണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. AKTA കേച്ചേരി ഏരിയ കൺവെൻഷൻ വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന ഹാളിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് VO ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PM ജയന്തി പ്രവർത്തന റിപ്പോർട്ടും സുമതി പ്രഭാകരൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സരസ്വതി അനുശോചനം നടത്തി. ഫാൻസി ഷാജു സ്വാഗതവും UK ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വിതരണം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ സീസൺ ടിക്കറ്റ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന് മന്ത്രി കൈമാറി. മാർവൽ ക്ലബ്ബ് നൽകിയ ജീവകാരുണ്യ ചടങ്ങ് കൈമാറലും ക്ലബ്ബ് ഫുട്ബോൾ പരിശീലകരായ PK സ്റ്റീഫൻ, ജ്യോതിദേവ് എന്നിവർക്കുള്ള മൊമന്റോ സമർപ്പണവും മന്ത്രി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. ക്ലബിന്റെ ലോഗോ പ്രകാശനവും ആദ്യ മെമ്പർഷിപ്പ് വിതരണവും പ്രസിഡന്റ് നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ ബാവ മാളിയക്കൽ, സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, മാർവൽ ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദ് ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, VS ശിവാസ്, PV രജീഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 14 മുലയമ്പറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേരള പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ട് മങ്ങാട് RCC LP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വിട പറയാം ലഹരിയോട്, കാത്തുസൂക്ഷിക്കാം നമ്മെ തന്നെ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച സെമിനാർ എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് ഓർമ്മമരം നൽകി മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് മെമ്പർ മാഗി അലോഷ്യസ്, സ്കൂൾ പ്രധാന അധ്യാപിക CD മിനി, പ്രകൃതി സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വർഗീസ്, ശങ്കരനാരായണൻ, സജി ആറ്റത്ര, PG സുഭാഷ്, റോബിൻ പതിയാരം തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും പ്രതിജ്ഞയും നടന്നു. കുന്നംകുളം കിഴൂർ വെർണാക്കുലർ LP സ്കൂളിൽ 97ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു.
വിദ്യാലയവേദിയിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ സജിനി പ്രേമൻ അധ്യക്ഷയായി. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകരായ പ്രേമ, ഷീല എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയർപേഴ്സൺ നിർവഹിച്ചു. തുടർന്ന് മംഗളപത്ര സമർപ്പണവും ഉപഹാര സമർപ്പണവും സമ്മാനദാനവും ഉണ്ടായി. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ എ അസീസ്, സെക്രട്ടറി മധു കെ നായർ, MPTA പ്രസിഡന്റ് CS സുബിത എന്നിവർ സംസാരിച്ചു. യാത്രയയപ്പ് ലഭിച്ച അധ്യാപകരായ പ്രേമ, ഷീല തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. സെക്കൻഡ് അസിസ്റ്റന്റ് A. സുമീസ് കറിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ VK സുരേഷ് കുമാർ സ്വാഗതവും PTA പ്രസിഡന്റ് സരിത മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കടങ്ങോട് സോക്കർ ലീഗ് 3ാമത് സീസണിന് ഉജ്ജ്വല സമാപനം. 12 ദിവസമായി കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളറക്കാട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന സോക്കർ ലീഗാണ് സമാപിച്ചത്. CBC ചിറ്റിലങ്ങാടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സഞ്ചാരി കടങ്ങോട് ജേതാക്കളായി. സമ്മാനദാന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ജേതാക്കൾക്ക് 20,000 രൂപയും റണ്ണേഴ്സിന് 10,000 രൂപയും ട്രോഫിയും നൽകി. ലീഗിലെ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ വാർഡ് മെമ്പർ ജോളി തോമസ് സമ്മാനിച്ചു. സോക്കർ ലീഗ് സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ ചിറമനേങ്ങാട് എന്നിവർ സംസാരിച്ചു. ലീഗിൽ VFA വെള്ളറക്കാട് 3ഉം MCC പാഴിയോട്ടുമുറി 4ാം സ്ഥാനത്തിനും അർഹരായി. ഫൈനൽ മത്സരത്തിന് നൈജീരിയൻ താരങ്ങളായ റാമോസ്, ജിബിലി എന്നിവർ മുഖ്യാതിഥികളായി. റാഷിഖ്, ബബിൻ, റസാഖ്, അർഷാദ്, അഫ്സൽ, ഷെഫീഖ്, യഹിയ, സുബൈർ എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വൈവിധ്യ ശാസ്ത്ര പ്രദർശനം തുടരുന്നു. ചിലവ് കുറഞ്ഞ തൂക്കുപാലത്തിന്റെ മാതൃക ശ്രദ്ധേയമായി. നിർമ്മാണ പരിമിതികളെ അതിജീവിച്ച് പുഴകൾക്കും മറ്റു ജലാശയങ്ങൾക്കും കുറുകെ തൂക്കുപാലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചിലവ് കുറഞ്ഞ നവീന ഡിസൈൻ അവതരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധ നേടിയത്. 2 വലിയ കമാനാകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി 2 കൂറ്റൻ കയറുകളാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തൂക്കുപാലത്തിലൂടെയുള്ള സഞ്ചാരം കാണികളെ ആകർഷിച്ചു. സിവിൽ മേഖലയിലെ വൈവിധ്യമാർന്ന ആർക്കിടെക്ചർ മോഡലുകളും ദുരന്ത നിവാരണം, പരിസ്ഥിതി, പഞ്ചഭൂതങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നൂതന ആശയങ്ങളുടെ പ്രദർശനവും കയ്യടി നേടി. ഡിപ്ലോമ, BTech, MTech, MCA വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി നടത്തിയ വിദ്യാ പ്രൊജക്ട് എക്സ്പോ ആവിഷ്കാർ, ഐഡിയത്തോൺ, എക്സ്പ്രൈമർ പേപ്പർ അവതരണം എന്നിവയും ശ്രദ്ധിക്കപ്പെട്ടു. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഇലക്സ്പയർ, ഇലക്ട്രോണിക്സ് വിഭാഗമൊരുക്കിയ ഹർലിൻ ടോർക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ എമ്മേഴ്സോ, കമ്പ്യൂട്ടർ സയൻസിന്റെ റെസ്പാൺ, മെക്കാനിക്കൽ വിഭാഗത്തിന്റെ സൂപ്പർ വിന്റേജ് കാർ, സൂപ്പർ ബൈക്ക് പ്രദർശനം അഗ്നിചക്ര കൂടെ ഒന്നിച്ചതോടെ വൈവിധ്യ എഞ്ചിനീയറിംഗ് ഉത്സവമായി തീർന്നു. ടെക്നിക്കൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഇന്റർ കോളേജിയേറ്റ് സാംസ്കാരിക ആഘോഷത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി. വിവിധ സാങ്കേതിക സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും നിന്നുമായി വിദ്യാർത്ഥികളും ശാസ്ത്ര തൽപരരും ഉൾപ്പെടെ 15,000-ലധികം പേർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി അങ്ങാടി ചെറുവത്തൂർ വീട്ടിൽ ബോബൻ സീപ്പോൾ ഉത്സവപ്രേമികൾക്ക് ദാഹം അകറ്റാനായി സംഭാര വിതരണം ഒരുക്കി. വീടിന് മുൻവശത്തായി കഴിഞ്ഞ 8 വർഷവും മുടങ്ങാതെ കുടുംബം സംഭാര വിതരണം നടത്തിയിരുന്നു. കുംഭചൂട് അതികഠിനമായതിനാൽ ഇത്തവണ 25 ലിറ്റർ തൈരാണ് സംഭാരത്തിന് ഉപയോഗിച്ചത്. കല്ലുംപുറം, കടവല്ലൂർ, അടിമന, പടിഞ്ഞാറേമുക്ക് തുടങ്ങിയ വിവിധ ആഘോഷ കമ്മിറ്റിക്കാർക്കും ഉത്സവം കാണാൻ പോകുന്നവർക്കും സംഭാര വിതരണം ചൂടിൽ നിന്നുള്ള ഒരാശ്വാസമായി. അയൽവാസികളായ ബാബു P. ജോർജ്, AC ജോർജ്, PS വിനു, AG സുമേഷ്, PI വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ CMUP സ്കൂളിന്റെ 176ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ശനിയാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 4 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. വേനൽ ചൂട് കടുത്തതോടെ പക്ഷിമൃഗാദികൾക്ക് കുടിനീർ സൗകര്യം ഒരുക്കി ചിരളയം BCG ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേശീയ ഹരിതസേന. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സ്റ്റാർലെറ്റ് SIC ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ മരിയ രശ്മി, CJ സ്പെനി, NJ ജിത്തു, പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളായ MS ഇന്ദുബാല, MR വിദ്യ, MJ സനാമരിയ, ഏഞ്ചൽ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ പുനരുദ്ധാരണ സമർപ്പണവും ദ്രവ്യകലശവും നടന്നു. ബുധനാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, സ്ഥലശുദ്ധി, അസ്ത്രകലശം, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുപുണ്യാഹം, തുടർന്ന് അത്താഴപൂജയും ഉണ്ടായി. ഇന്നലെ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ചതുർശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജകൾ എന്നിവയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇന്ന് രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം
ശ്രീകോവിൽ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. കൂറ്റനാട് രാവണിപ്പണിക്കർ, പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി, മാടമ്പമന നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികനായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മാടാവുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം മേൽശാന്തി രാമകൃഷ്ണസ്വാമി സഹകാർമ്മികനായി. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജീവ് മേനോൻ, ട്രഷറർ വിജയൻ, മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി ശില്പ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, വേലൂർ. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ CV ജോർജ് കോലഞ്ചേരി പ്രസംഗിക്കും. എല്ലാ ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുന്നതാണെന്നും യോഗാനന്തരം വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി വാർഷിക കൌൺസിൽ യോഗം മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ട്രഷറർ RV അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ലീഗ് ജില്ലാ സെക്രട്ടറി C അഷറഫ്, മണ്ഡലം പ്രസിഡന്റ് MV ഷക്കീർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ, MP കുഞ്ഞിമുഹമ്മദ്, KK ഹംസക്കുട്ടി, അസീസ് മന്നലാംകുന്ന്, കബീർ ഫൈസി, PA നസീർ, നിസാർ മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചരമം ചാലിശ്ശേരി പള്ളിക്കര വീട്ടിൽ മാധവൻ ഭാര്യ കുഞ്ഞുമോൾ കുന്നംകുളം ആനായിക്കലിൽ നിര്യാതയായി. 89 വയസ്സായിരുന്നു. ഗോവിന്ദൻ, ബാലൻ, മോഹൻ, സുന്ദരൻ, ശശി, സത്യൻ, ഗീത, ദിലീപ് എന്നിവർ മക്കളാണ്. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടന്നു. നെന്മണിക്കര ഇറവുകാട് സ്വദേശിയും വേലൂർ കുറുമാൽ താമസക്കാരനുമായ ചേന്നമംഗലം വീട്ടിൽ കുട്ടൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രാധാമണി ഭാര്യയാണ്. ശരത്ത്, സജിത്ത് എന്നിവർ മക്കളാണ്. കുന്നംകുളം ചിറളയം തെക്കേക്കര വീട്ടിൽ പരേതനായ ചെറിയാൻ ഭാര്യ മേരി ടീച്ചർ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കും. ടോണി മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് നേതൃത്വത്തെ നിരാശരാക്കിയ സുനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന മണ്ഡലങ്ങൾ പലതും നഷ്ടപ്പെടുമെന്നും തൃശൂരിൽ TN പ്രതാപൻ അടക്കം ജനകീയതയിൽ പിന്നോക്കം പോയെന്നും വിജയസാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുള്ളതായി സൂചന. അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. ആദ്യ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. SSLC പരീക്ഷ തിങ്കളാഴ്ച മുതൽ. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടിയെ തടഞ്ഞ് സുപ്രീംകോടതി. ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വത്തിന്റെ നീക്കത്തിനാണ് സുപ്രീംകോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവം. ആയിരങ്ങളെ സാക്ഷിയാക്കി ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയ്ക്കിറങ്ങി. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുറുമാൽ, മേലേപ്പുരയ്ക്കൽ, കണ്ടോരൻ മകൻ തേവന്റെ 1-ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ.